കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോട്ടെ. അപ്പം എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണെന്നറിയില്ല. അമ്പാടിയിലെ വേഷങ്ങളാണോ അതോ മറ്റ് വേഷങ്ങളാണോ എന്നറിയില്ല. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയിരുന്നു. അതിൻ്റെയൊക്കെ തിരക്കുകളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏകാദശിക്കും ഉദയാസ്തമന പൂജ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സുപ്രീം കോടതി വിധിയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാം. ആ ഗരുഡനെയൊക്കെ കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒന്ന് പ്രദക്ഷിണമായിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് വരുമ്പോൾ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്താം. ആ മേൽപ്പത്തൂരിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്നാൽ സുഖമായിട്ടുള്ള ദർശനമാണ്. എല്ലാവർക്കും കാണാം. യാതൊരുവിധ തിരക്കുമില്ല. ആ ഗണേശൻ ഇങ്ങനെ ആ കറുകപ്പുല്ലൊക്കെ ആയിട്ടിങ്ങനെ ഇരിക്കുന്ന ആ ഗണേശൻ കറുകപ്പുല്ലിൻ്റെ മാലയൊക്കെ ചാർത്തിയിട്ടായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടിമരം കാണാം. അതേപോലെ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ അതിങ്ങനെ സ്വർണം പതിച്ചതിങ്ങനെ കാണാം. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും കണ്ട് തൊഴുത് നമ്മൾ അങ്ങനെ അകത്തേക്ക് കയറുകയാണ്. വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള ആ മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കെടാവിളക്കും കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു വിശിഷ്ടമായ കാഴ്ചയാണെന്നറിയോ. ഒന്നാമത് ആ തിളക്കങ്ങനെ ആ നെയ്വിളക്കിങ്ങനെ കാണുമ്പോഴേ നെയ്വിളക്കിൻ്റെ പ്രഭ ഇങ്ങനെ ആകുമ്പോൾ ഈ കളഭത്തിൻ്റെ ഇതും ഭഗവാന്റെ ശരീരത്തിൽ ആ പൊന്നിൻ്റെ ഇതൊക്കെ ഇങ്ങനെ തിളങ്ങി വരികയാണ്. അങ്ങനെ ഇന്നിപ്പോൾ കാണാൻ പറ്റുന്ന നമുക്ക് ആദ്യം തന്നെ നല്ലൊരു താമര കാണാനുണ്ട്. നല്ല വലിയ താമര പട്ടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ താമരപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. താമരപ്പൂ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അങ്ങനെ ആ കുനുപ്പൊക്കെ ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ നടുവിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിയുടെ കാൽപാദം കാണാണ്ട് 2 കാലും ഇങ്ങനെ പിണച്ച് വെച്ചിട്ടുണ്ട്. കാൽത്തളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വന്നാൽ നല്ലൊരു പുടുന്നനെയുള്ളൊരു ഉണ്ണിക്കണ്ണൻ കേട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ ചുവന്ന പട്ടുകോണകം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയോ ആ കാഴ്ച ഇങ്ങനെ കാണാൻ. ചെറിയൊരു ഉണ്ണിയാണ്, പക്ഷെ നല്ല തടിച്ച് കൊഴുത്തുരുണ്ട എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഉണ്ണിയാണ്. വളരെ മനോഹരം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ മുകളിലിങ്ങനെ ആ വളയം പോലത്തെ മാല കഴുത്തിൽ, അതേപോലെ ഒരു പതക്കം പോലത്തെ മാല, പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ഒരു മുല്ലമുട്ട് മാലയുണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അതേപോലെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ട് എന്താ പറയുക, കുഞ്ഞി കവിളൊക്കെ ഇങ്ങനെ കാണാൻ, അങ്ങനെ വലിയ വലിയ കവിള്. എന്താ വെച്ചാൽ ഇങ്ങനെ എന്താ നമ്മൾ പറയില്ലേ തൂതാന്നൊക്കെ, അതേമാതിരിയാണ്. ആ കുഞ്ഞ് തൂതൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ആ പുഞ്ചിരിക്കുന്ന പൊന്നുണ്ണിയാണ് കേട്ടോ. അത് മാത്രമല്ല 2 കയ്യിലും കൂടിയും പൊന്നോടക്കുഴൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വായിക്കുകയാണ് ചുണ്ടോട് ചേർത്ത്. പൊന്നോടക്കുഴലിൻ്റെ നാദമാധുരി ഇങ്ങനെ എല്ലാവരിലേക്കും എല്ലാ ഭക്തരിലേക്കും അറിയിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. മുകളിലാണെങ്കിലോ തിരുമുടിമാല 2 ഉണ്ട്. ആ പൂവ് അങ്ങനെ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകളുണ്ട്. അതെന്താ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാല എന്താ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി, അതേപോലെ തന്നെ നല്ല തിക്കിലാണ് അതങ്ങനെ. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 മാലകളുണ്ട്. അതെന്താ വെച്ചാൽ കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തുളസിയുണ്ട്, അതേപോലെ താമരയുണ്ട്. 2 താമരമാലയുണ്ട്, 3 തുളസി മാലയുണ്ട്. അങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആ കാഴ്ചയാണെന്ന് ശ്രീലകത്തുള്ള കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ ഇപ്പോൾ ആ സോപാനപ്പടിയിൽ വന്ന് നിൽക്കുകയാണ്. വന്ന് നിന്ന് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ ഒരു കാഴ്ചയിൽ
നമുക്ക് ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി കാണുന്ന ആ ഒരു സ്വപ്നം, ആ ഒരു കാഴ്ച, അതിങ്ങനെ എന്ത് രസമായിട്ടാണ് മനോഹരമായ നമ്മൾ മനസ്സിൽ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുന്ന പോലെ നമ്മൾ സ്വയം നോക്കുക. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ എന്നെ ഏത് സമയത്താണോ കേൾക്കുന്നത് ആ സമയത്ത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ്, ആ സോപാനപ്പടിയിലാണ് എന്ന് അങ്ങോട്ട് മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ദർശനം കിട്ടും. അങ്ങനെ നമ്മൾ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത് തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന ചുവരിൻ്റെ മുകളിലേക്ക് നോക്കി ആലിലെ കണ്ണനെ കാണാം. പിന്നെ ഗ്രില്ല് കഴിഞ്ഞ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ അവിടെ വന്ന് കയറിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കളഭം ചാർത്തിയിട്ടുണ്ട്, ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുഖത്തൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. കൊമ്പൊക്കെ കളഭം തന്നെ ചാർത്തിയാണ് കേട്ടോ. ഇങ്ങനെ ചാർത്തിയിട്ട് നല്ല രസമായിട്ടുള്ള ചാർത്ത്. പിന്നെ വലിയ കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ സ്വർണത്തിൻ്റെ മാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ നല്ല പൂക്കൾ മാലകളുണ്ട്. അതിൻ്റെ ഇടയിൽ കറുകയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടാണ് ആ ഒരു കാഴ്ച. നല്ല തേജസ്സാർന്ന ഗണേശ വിഗ്രഹമാണ് കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും ഗണേശനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ ആ പുതിയ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വെളുത്ത പൂവും തുളസിയായിട്ടുള്ള മാലയും ചാർത്തിയിട്ടുണ്ട്. കെടാവിളക്കും ഉണ്ട്. അപ്പോൾ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ വരാഹത്തിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കിയാൽ ആ കുറൂരമ്മേനെയും ഉണ്ണിക്കണ്ണനെയൊക്കെ കാണാം. ഇങ്ങനെ വന്ന് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക. ആ പാദത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ എന്താ രസം എന്നറിയാം. നിറയെ പൂക്കളുണ്ട്. ആ കിടാവിളക്ക് ഇങ്ങനെ നന്നായിട്ട് കത്തി നിൽക്കണമുണ്ട്. നെയ്യ് ഒഴിച്ചിങ്ങനെ കത്തുന്ന ആ തിളക്കും ഇതും കൂടി ആകുമ്പോഴേ നല്ല രസമായിട്ടുണ്ട്. നിറയെ പൂക്കളുണ്ട്. മാലകൾ വിധാനമായിട്ട് മുകളിലൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ നരസിംഹാവതാരത്തെ കാണാം. ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അതേപോലെ അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരശയ്യയിലുള്ള ഭീഷ്മരെയൊക്കെ കണ്ട് അവിടുന്ന് നമ്മളിങ്ങനെ പോരാം. അങ്ങനെ പോകുന്ന ദശാവതാരത്തിൽ ബാക്കി വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണൻ്റെ അടുത്ത് വരാം. അവിടെ നിന്നൊരു തുളസിമാല ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ മുരുകൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് ഭസ്മം മാത്രമാണ് അഭിഷേകം, രാവിലെ ചെയ്ത ആ അഭിഷേകം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ വെറ്റിലമാല 2 3 ഉണ്ട് കേട്ടോ. അതാണെന്ന് കുങ്കുമം ഇല്ല, ഒരു തുള്ളിയുള്ളൂ. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ച് അവിടുന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപം എണ്ണക്കണ്ണനൊക്കെ കണ്ട് നേരെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കിഴക്ക് വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മണിക്കിണറും കണ്ണൻ്റെ നൃത്താറയും ആ കെടാവിളക്കൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിൽ ഇങ്ങനെ എത്താറായാൽ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം.
പിന്നീട് ഭഗവതീൻ്റെ അടുത്തേക്ക് പോവുക. ഭഗവതിയുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ നല്ല തിരക്കാണ്. ആ തിരക്കിലൂടെ നമുക്കിങ്ങനെ പോയാൽ ഭഗവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആകെ തേജസ്സാർന്ന രൂപം തന്നെയാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ട്, നല്ല ചുവന്ന മാലകളുണ്ട്, തെച്ചിപ്പൂവിൻ്റെ മാലകളുണ്ട്. ഗോളകയാണ്, എന്നാലും നല്ല തേജസ്സായിട്ട് തോന്നുന്നുണ്ട്. നിറയെ ചുവപ്പിൻ്റെ ആ ഒരു ഇതിങ്ങനെ പ്രസരിപ്പുണ്ട്. അതേപോലെ താമരമാല ഉണ്ട്, ധാരാളം താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിയിട്ടുണ്ട്, അതൊക്കെ കാണാം. അപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിൽ എത്തിയാലൊന്ന് തിരിഞ്ഞ് നിന്നിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് വരുന്ന ആ ഒരു അവസ്ഥയായി. പിന്നീട് നമ്മൾ നേരെ ഭഗവാന്റെ കൊടിമരച്ചോട്ടിൽ വന്നിട്ട് ഒന്നുകൂടി ഭഗവാനെ കാണുക. ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ താമരക്കണ്ണനെ കണ്ട് തൊഴുത് അങ്ങനെ കൂത്തമ്പലത്തിൽ വരുമ്പോൾ കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നു. അപ്പോൾ അവിടേക്ക് നോക്കിയിട്ടൊന്ന് നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെയും വലിയ തിരക്കൊന്നുമില്ല. അവിടെ പുറത്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇവിടെ തിരക്കില്ല. അപ്പം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുക. അവിടെ എങ്ങനെ വെച്ചാൽ മാലകളുണ്ട്. സ്വർണത്തിൻ്റെ വലിയ മാല ചാർത്തിയിട്ടുണ്ട്, കീഴും ചാർത്തിയിട്ടുണ്ട്, മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട്, നല്ല ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പാവുമുണ്ട് ഉടുപ്പിച്ച് അതിൻ്റെ മുകളിലൊരു ഒരു ചെറിയ കറുത്ത മുണ്ടുണ്ട്. അങ്ങനെയാണ് കാണാനുള്ളത്. കിരീടം നല്ല നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ആ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ വന്ന് നമ്മൾ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ കാളിയമർദ്ദന രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അത് കണ്ട് തൊഴുത് പിന്നെ പൂന്താനം തിരുമേനി പൂജിച്ച വിഗ്രഹമുള്ള നാരായണാലയത്തിലേക്ക് പോവാം. അവിടെ പോയിട്ട് ആ വിഗ്രഹമൊക്കെ ഒന്ന് കണ്ട് തൊഴുത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് ഭഗവതിയുടെ അവിടെ ഒന്നുകൂടി വന്ന് തൊഴാം. അതേപോലെ ആ വലിയ ദീപസ്തംഭം കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ആ താമരയിൽ ഇങ്ങനെ കാല് പിണച്ചു വെച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ മുരളീധരനെ ഒന്നുകൂടി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിന് ശേഷം തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിൽ വരുമ്പോൾ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അങ്ങനെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും, നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയും അവരവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.